സങ്കടമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ വാർത്ത തേടി വന്നിരിക്കുന്ന ശ്രീനിവാസന് ഓർമ്മയായി. ഇന്ന് കാര്യം എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ചെയ്ത വേഷങ്ങളൊക്കെ തന്നെ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് ഒരു കലാശാല പോലെ ഫീൽ ചെയ്യും. അത്ര നല്ല വേഷങ്ങൾ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്തിട്ടുണ്ട്. എപ്പോൾ ഈ സുഹൃത്തിൻ്റെ വിയോഗത്തിൽ അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമുക്ക് ശ്രീനിവാസൻ ഒരു സുഹൃത്തിലുപരിയുള്ള ഒരാളായിരുന്നു. അപ്പം ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു കൊളീഗ് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നല്ലുപരി ഒരുപാട് വ്യക്തിബന്ധമുള്ള ആളായിരുന്നു ഞാൻ ശ്രീനിവാസനുമായിട്ട്. ഞാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ പ്രിയദർശനായാലും സത്യനന്ദിക്കാരായാലും, കാര്യം അവരുടെ സിനിമകളിലൂടെ മലയാള അല്ലെങ്കിൽ കേരളത്തിന് ഒരുപാട് സിനിമകൾ അത് ഹ്യൂമറിന്റെ ബേസ്ഡ് ആണെങ്കിലും അതിലൊരുപാട് സർക്കാസമുള്ള സിനിമകൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു റൈറ്റർ ആക്ടറാണ് ശ്രീനിവാസൻ. സ്വന്തമായിട്ട് തന്നെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സിസ്റ്റമിനെ കളിയാക്കിക്കൊണ്ട് അത് വളരെ രസകരമായിട്ട് പറയുന്ന ഒരാളായിരുന്നു. എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ഇപ്പോഴും ആൾക്കാർക്ക് ഓർത്തു വെക്കാനുള്ള ഒരുപിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച ആളാണ്. ഞങ്ങളുടെ സിനിമ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴും അല്ലാതെ എൻ്റെ സ്ക്രിപ്റ്റിങ്ങിലായാലൊക്കെ ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറച്ചു കാലമായിട്ട് അസുഖമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ടൊക്കെ വളരെയധികം അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും. അറിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഷോക്കല്ലേ. കാര്യം അദ്ദേഹം രാവിലെ ഒരു ഡയാലിസിസിനായിട്ട് ഹോസ്പിറ്റലിൽ പോവാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അമൃതയുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ആ വഴിക്ക് പെട്ടെന്നൊരു അസ്വാസ്ഥ്യം തോന്നി. ഇനി അത് നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാന്നുള്ള കുറച്ച് സമയം നമ്മളും ഒന്ന് പാളിപ്പോവല്ലോ. അപ്പോൾ ആ ഒരു എഫക്റ്റിൽ നിൽക്കാനിപ്പോൾ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. താങ്കളുടെ ഏറ്റവും അടുത്ത സമയം എന്നാണ് ഇദ്ദേഹത്തെ കണ്ടത്? എനിക്കറിയാം താങ്കൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണുന്ന ചില വിഷ്വൽസ് കണ്ടിരുന്നു. കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ഒരു സർജറി ആയിട്ട് ബന്ധപ്പെട്ട് അമൃതയിൽ അദ്ദേഹം കിടക്കുന്ന സമയത്ത് ഞാൻ പോയി. എനിക്ക് ഡോക്ടറെ കാണാനായിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അപ്പോൾ അന്ന് ICUലാണ്. സർജറി കഴിഞ്ഞതിൻ്റെ വൈകിട്ടായിരുന്നു. അപ്പം അന്ന് കയറി കാണാൻ പറ്റാത്തത്. എനിക്കും സുഖമില്ലായിരുന്നു. പിന്നെ ICUക്കകത്ത് പോകാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരും അത് എൻകറേജ് ചെയ്തില്ല. അപ്പം അല്ലെങ്കിൽ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാൻ, അങ്ങനെ എല്ലാ ദിവസവും സംസാരിക്കുന്ന ആളൊന്നുമല്ല. എന്നാലും സത്യനന്ദിക്കാടോ അല്ലെങ്കിൽ പ്രിയദർശൻ അല്ലെങ്കിൽ ശ്രീകാന്ത് കൊട്ടക്കലായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രീനിവാസന്റെ കാര്യങ്ങൾ അറിയുമായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മക്കളുമായിട്ടും അങ്ങ് അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട്, കുടുംബമായിട്ടും ബന്ധം അവരായിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കുകയും കാര്യങ്ങൾ വീട്ടിൽ വരികയും ഒക്കെ ചെയ്യുന്നതാണ്. എന്തായാലും ഒരു വലിയ ഇപ്പൊ നഷ്ടം എന്ന് തന്നെ പറയാം. ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ മരണം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ റീകൂപ്പ് ചെയ്യുന്നൊരു സമയമായിരുന്നു. എന്തായാലും ഒരു സുഹൃത്ത് ഉപരിയുള്ള ഒരാൾ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വേദന എനിക്കുണ്ട്. അപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളൂ. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.